കുങ്കുമ കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ. സംഗീതം നന്മയുടെ പക്ഷമാണ്. മാപ്പിള സംഗീതത്തെ ജനപക്ഷത്തേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്ന ജനകീയ വേദിയാണ് പട്ടുറുമാൽ. ഈ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിന്റെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രഗത്ഭരായ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സജ്ല സലീം, അബൂട്ടി വാഷ്, എരിഞ്ഞോളി മൂസാക്ക, പട്ടുറുമാലിന്റെ എല്ലാം ഓർക്കസ്ട്ര ടീം. ദിവ്യ എത്തുന്നു ചിത്രമൽഹാർ റൗണ്ടിലെ പെർഫോമൻസുമായി. ദിവ്യ ആളെ അങ്ങ് മാറിപ്പോയല്ലോ. ഞാൻ വിചാരിച്ച ആരെ ഈ ഇറങ്ങി വരുന്നത്. ഇഷ്ടപ്പെട്ടു. ദിവ്യക്ക് ചേരുന്നുണ്ട് ഉടുപ്പ്. താങ്ക് യു. ഇത് ഏത് പാട്ടിന് വേണ്ടിയിട്ട് ഡ്രസ് ചെയ്താ വന്നിരിക്കുന്നത്? ഇത് കുട്ടിക്കുപ്പായം എന്ന ഫിലിമിലെ കല്യാണ രാത്രിയിൽ എന്നുള്ള സാങ്. ആഹാ, അപ്പൊ കല്യാണ പെണ്ണാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണാണ്. അപ്പൊ നാണമൊക്കെ ഓൾറെഡി മുഖത്ത് വരുത്തി വെച്ചോ? ശ്രമിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ഇവിടെ അഭിനേതാക്കളെ മുട്ടിയിട്ട് നടക്കാ വയ്യ. യാഷിക്കേ എന്താണ് ലാസ്റ്റ് വന്ന് ഫുൾ ഷോ സ്റ്റീൽ ചെയ്ത് പോയി, അടിച്ചു മാറ്റി. ദിവ്യയിൽ ഒരു അഭിനേത്രി ഉണ്ട് എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ അഭിനയത്തിൻ്റെ ആദ്യ കളരിയാണിത്. നന്നായിട്ടുണ്ടായിരുന്നു. കുട്ടി കുട്ടി സാധനങ്ങളാണ്, ചെറിയ ചെറിയ അനക്കങ്ങൾ, ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. താങ്ക് യു ചേച്ചി. ഇനി പാട്ടിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. അബൂട്ടി മാഷേ. ദിവ്യ, മാഷേ നല്ല രസമുണ്ടായിരുന്നു പാട്ടുകൾ, താങ്ക് യു മാഷേ. നല്ലൊരു സെലക്ഷൻ. എനിക്ക് ആദ്യം തന്നെ പറയാമെന്ന്, നമ്മളെ അത് ബാബുക്കൻ്റെ ഈ സംഗീതം, ഭാസ്കര മാഷ രചനയിൽ ബാബുക്ക ചെയ്ത അതിൽ നമ്മളെ ഓർക്കസ്ട്ര അത് അതേപോലെ വളരെ അതിൽ സിത്താർ പീസ് മുതൽ ഫ്ലൂട്ട്, ഷേനാൻ്റെ ടോണ് എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ഒരു ഒരു കൈയോടി കൂടി കൊടുക്കുക. ആ ഒരു 1964 ഒരു ആ കാലഘട്ടത്തിലേക്ക് നമ്മളാണ്ട് എത്തിച്ചു അവർ. കുട്ടിക്കുപ്പായം, കോഴിക്കോട് ഈ കുട്ടിക്കുപ്പായം 100 ദിവസം കളിച്ചിട്ട് 100ാം ദിവസം ആഘോഷിച്ച ഒരു പടമാണ് ഈ കുട്ടിക്കുപ്പായം. അതിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റാണ്. ഓരോ പാട്ടുകൾ എടുത്ത് ചോദിച്ചാൽ ഒരു കൊട്ട പൊന്നു മുതൽ പൊൻവളയില്ലെങ്കിലും അങ്ങനെ പോയാൽ അത് എല്ലാം ഗംഭീരമാണ്. ഇപ്പം അടുത്ത് തന്നെ അത് ഈ കഴിഞ്ഞ മാസം അതിൻ്റെ ഒരു 50ാം വാർഷികം കുട്ടിക്കുപ്പായത്തിൻ്റെ ആഘോഷിക്കപ്പെടും തൃപ്പയാറ്. പിന്നെ ഓർക്കസ്ട്ര ചെയ്തിരുന്ന ഞാൻ തന്നെയായിരുന്നു അവിടെ അതിൻ്റെ ആഘോഷം. ആ കുട്ടിക്കുപ്പായം മോളെ പാട്ടിൽ പ്രശ്നങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു, പിന്നെ കഥകിൻ്റെ പിന്നിൽ പോയി എന്നുള്ളത് എനിക്ക് നല്ലോണം ഒരു പതറിച്ച അവിടെ വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പിന്നെ കല്യാണ പിറ്റി കാണാതിരുന്ന ആ സ്ഥലം പിന്നെ നീറി നിർത്തിയപ്പോൾ ഒന്ന് കുറച്ചൊന്ന് പതറിപ്പോയി. അതുപോലെ ആശതൻ അനുരാഗപൂമരം തളിരണിഞ്ഞു അതിൽ അതുവരെ നല്ല വൃത്തിയായിട്ട് പാടിയിരുന്നു അവിടെ. ആശതൻ പൂക്കാലം പൂ ചൊരിഞ്ഞു, ആ പൂ ചൊരിഞ്ഞതിനും പൂ ഒന്ന് ചൊരിഞ്ഞില്ല കുറച്ച്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ആക്ഷനായിരുന്നു, നല്ല ഭാവമായിരുന്നു. നടി എൻ്റെ ഷോട്ട് അതിൽ കണ്ടപ്പോൾ ഏകദേശം ആ വേഷം വളരെ നന്നായിട്ടുണ്ട്. മോൾക്ക് നല്ലൊരു ശബ്ദമുണ്ട്. മോൾക്ക് ഈ പാട്ടിന് പറ്റിയ ശബ്ദമാണ്. ഇതാരാ പാടിയത് അറിയാം? ലീലാമ്മയാണ് പാടിയത്. അത് ഞാൻ പറയുന്നത് നല്ലൊരു ഇതാണ്. പി ഭാസ്കരൻ മാഷ്, ബാബുക്ക, പി ലീല, മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. മോള് ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനത്തെ പാട്ടുകൾ പാടും. എന്തൊന്ന് പേടിച്ചതുപോലെ പാടി. എൻ്റെ ശബ്ദത്തിന് എന്തേ പ്രശ്നമുണ്ടോ? ശബ്ദത്തിന് പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നുണ്ട്. തെങ്ങ് വന്ന് വീണിട്ടൊന്നും പറ്റിയില്ല, തല പോയി എന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചുമ വന്നാ പോരെ. ഓക്കെ നമ്മളെ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിക്കുക. ദിവ്യ അഭിനയത്തിൽ ശ്രദ്ധിച്ചു പോയോണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ വിട്ടുപോയി. ചെറിയൊരു ഭയം, പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഭയന്നുകൊണ്ടേ പാടി. അങ്ങനെ ഭയക്കുന്നതിന് ആ ഭയം അല്ലാതെ മറ്റേ ശബ്ദത്തിൻ്റെ തകരാറ് കൊണ്ടുണ്ടായ ഒന്നുമല്ല, ആ ഭയത്തിൻ്റെ തകരാറാണ്. ഈ ശീലിയും അംബികയിലും മുസ്ലിം വേഷം ധരിച്ചാൽ പിന്നെ മുസ്ലിം പെൺകുട്ടിയൊക്കെ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല ലോകത്ത്. എനിക്കുമല്ല വെച്ചാൽ ശരിക്കും വെച്ചാൽ ഇവരെ കണ്ടാൽ കെട്ടിയ പെണ്ണിനെ മൊഴി കൊടുത്ത് ഈറ്റകളെ കെട്ടിക്കളിയാന്ന് തോന്നിപ്പോകും. അത്രയും കടുകടുപ്പുള്ള ഒരു വേഷം അവർക്ക് ഈ മുസ്ലിം വേഷം കിട്ടിയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് ഇതിന് ഭയങ്കര നല്ല പാട്ടുകാരിയല്ലേ. അതുകൊണ്ട് ആ ഭയമെല്ലാം കൂട്ടി വിടണം കേട്ടാ. നല്ല വൃത്തിയായി പാടാൻ ശ്രമിക്കണം. ഭയം മാത്രമേ ഉള്ളൂ, വേറൊരു തകരാറുമില്ല. എക്സ്പ്രഷനോട് കൂടിയിട്ടൊന്ന് പാടിക്കേ. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി, പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. രസമുണ്ട് കേട്ടോ.
ആ പഴയ നടികളൊക്കെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ലേ, അതൊക്കെ പാടിക്കൊണ്ട് വരുന്ന കാണുമ്പോഴേ നല്ല നല്ല ഭംഗിയാണ്. അതൊക്കെ നല്ലൊരു പ്ലസ് ആണ് കേട്ടോ. പിന്നെ എവിടെയാണ് പോയത് നമുക്ക്? അനുപല്ലവിയിലും ചരണത്തിലൊക്കെ ഹൈ പോർഷൻസ്. അതാണ് ഹൈയിൽ മോള് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ബേസ് പോർഷൻ ഒന്നും കുഴപ്പമില്ല. വോയിസ് ഒക്കെ ഒരു അതാണ് മാഷ് ചോദിച്ചില്ലേ വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അത് വോയിസ് ചെറിയൊരു അടപ്പുള്ളതുപോലെ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. എന്തായാലും കെയർ ചെയ്യും ദിവ്യ കേട്ടോ. ബെസ്റ്റ്. ഇനി നമുക്ക് ദിവ്യയുടെ മാർക്സിലേക്ക് പോവാം. അബൂട്ടി മാഷേ. ഞാൻ 40-ൽ 34 മാർക്ക്. മൂസക്ക. 40-ൽ 34 തന്നെ. സജ്ലത. 15.5. ദിവ്യയുടെ ടോട്ടൽ മാർക്സ് 83.5 ഔട്ട് ഓഫ് 100. ഇല്ല ദിവ്യക്ക് ഇതിലും കൂടുതൽ മാർക്സ് മേടിക്കാം ഇല്ലേ? ദിവ്യ നല്ല പാട്ടുകാരിയാണ്. ദിവ്യ മ്യൂസിക് ടീച്ചറും കൂടിയാണ് കേട്ടോ. അപ്പൊ ടീച്ചറെ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. തീർച്ചയായിട്ടും. പാടി പ്രാക്ടീസ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വടിയെടുത്ത് വെക്കും. ദിവ്യ ടീച്ചർ കുട്ടികൾക്ക് അടിക്കാനായിട്ട് വെക്കുന്ന പോലത്തെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇശിലണകൾ റൗണ്ടിലേക്ക് എത്തുന്നു സാൻഡ്ര ആൻഡ് മുഹമ്മദ് അലി. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ കൂടെ മുഹമ്മദ് അലി ഇറങ്ങി വരുന്നത് കാണാനേ ഒരു രസമാണ്. എന്താണെന്നറിയോ? എന്താണ്? മുഹമ്മദ് അലി എപ്പോഴും നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഡ്രസ്സിനെ മാച്ച് ചെയ്താ വരുന്നത്. അവരോട് യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആശയപ്പാടുണ്ടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സീസൺ 2-ഉം സീസൺ 7-ഉം തമ്മിൽ എന്ത് ഡിഫറൻസാണ് മുഹമ്മദ് അലിക്ക് തോന്നിയത്? വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അന്ന് നമ്മളുണ്ടായ അതേ പിന്നെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവരും എടുക്കുന്നത്. ഇല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടെ നല്ലല്ലേ? അങ്ങനെയാണ്. എല്ലാ കുട്ടികളും നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാൻഡ്ര, ഇനി മുഹമ്മദ് അലിയുടെ കൂടെ പാടുന്നതിന് മുമ്പ് ഞാനൊരു ടിപ്പ് ഫ്രീ ആയിട്ട് തരാം. മുഹമ്മദ് അലി നല്ലൊരു സിംഗറാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, പക്ഷെ നല്ലൊരു പെർഫോമറാണ്, ഡാൻസറാണ്, ഫുൾ എനർജിയാണ്, നല്ല സ്റ്റേജ് പ്രസൻസ് ആണ്. അപ്പം നമ്മുടെ കുട്ടികളെ പറ്റിയിട്ട് അയ്യേ എന്ന് പറയിപ്പിക്കരുത്. ഇല്ല, പിടിച്ചു നിന്നോളാം. സാൻഡ്ര സംഭവമായിരിക്കും ഇത്. ഈ സോങ് സൂപ്പർ ആയിരിക്കും. കാരണം അത്രയും കോച്ചിങ് എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അവള് നന്നായിട്ട് പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ സാൻഡ്ര നല്ല കോംപ്ലിമെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ, എന്നും കരിമിഴിയിൽ കമറൊളിയായി നീ എത്തും ചാരേ, നീ വാ വാ പൂവേ എന്നിണയാകാനാ, മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ.
നീ ചേർന്നതല്ലേ. സുവർഗത്തിലൊന്നായി തീരുവാൻ എന്നെന്നും കൽവുള്ളം കൊതിക്കയായി, എന്നെ എന്നെന്നും കൽവുള്ളം കൊതിക്കയായി. എന്നും കരിമിഴിയിൽ കമറുളിയായി നീ എത്തും ചാരി. മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ. എന്നും കരിമിഴിയിൽ കമറുളിയായി നീ എത്തും ചാരി. നീ വാ വാ പൂവേ എന്നിണയാകാനാ. മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ. നിനവാലെ കളിയോല പന്തൽ നമ്മൾ തീർത്തതല്ലേ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടുപേരും സ്റ്റേജ് കയ്യിലടക്കി. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സാൻഡ്രയുടെ സ്റ്റെപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഹമ്മദ് അലിയുടെ കൂടെ നിന്നു. ഇനി പാട്ടിലേക്ക് നമുക്ക് പോകാം. സജിലത്ത, നന്ദിനി ചോദിച്ചില്ലേ സീസൺ 2 ആണോ സീസൺ 7 ആണോ നല്ലത്? സീസൺ 2 തന്നെയാണ് അല്ലേ മുഹമ്മദ് അലി? എന്തുകൊണ്ടാ? നമ്മൾ ഒരുമിച്ച് കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നത് അതന്നെയാണ് ബെസ്റ്റ് എപ്പോഴും അല്ലേ? നമ്മൾ സമ്മതിക്കില്ല അല്ലേ? ഇല്ല നമ്മളും സമ്മതിക്കില്ല. എന്തൊക്കെയുണ്ട് മുഹമ്മദ് അലി വിശേഷം? സുഖം സജല, സുഖം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഫ്ലോറിൽ കാണാൻ സാധിച്ചതിൽ. കാരണം നമ്മൾ കുറേ സ്റ്റേജിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്. ഇവിടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മുഹമ്മദ് അലീൻ്റെ കഴിവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ബെസ്റ്റ് സിംഗിങ് കാഴ്ചവെക്കുന്ന ഒരു ആൾ തന്നെയാണ്. ഇപ്പം പെർഫോമൻസ് ഒക്കെ ചെയ്ത് പാടാൻ തുടങ്ങി. അപ്പോഴൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നല്ല പ്ലസന്റ് ആയിട്ടാണ് പാടുന്നത്. അതെ, ഇപ്പോഴെന്തായാലും പിടിച്ചേക്കണമെങ്കിൽ പെർഫോമൻസ് ഇല്ലാണ്ട് പറ്റില്ല എന്നായി. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാന്ദ്രയെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹസീന വേത്തനൊക്കെ സുഖാണോ? സുഖാണ്. എൻ്റെ അന്വേഷണം പറയണം. ഇനി സാന്ദ്രയിലേക്ക് വരാം. ചിങ്കി, നന്നായി പാടാൻ പറ്റിയോ? ഏതാണ്ടൊക്കെ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നന്നായി തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് അലി പാടിയിട്ട് ചിങ്കി പാടുമ്പോൾ കുറച്ച് ആ സംഗതികളൊന്നും വന്നില്ലെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ടാണ് പാടിയത്. കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാനും നല്ല ഇന്നും എപ്പോഴും പോലെ തന്നെ സുന്ദരിയായിട്ടുണ്ട്. ചിങ്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ചിങ്കി ചിരിച്ചുകൊണ്ടാണ് പാടുക. എപ്പോഴും നല്ല പ്ലസന്റ് ആയിരിക്കും. അങ്ങനെ തന്നെ പാടിക്കോളൂ കേട്ടോ, കാരണം അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്സിങ് വന്നാൽ പോലും ആ ചിരിയിൽ അങ്ങ് മാറ്റി കിട്ടിക്കോളൂ. ഓക്കെ, ചിരിച്ചുകൊണ്ട് പാടും എപ്പോഴും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സജിലത്ത. അബൂട്ടി മാഷേ. സാന്ദ്ര ചിങ്കി. പക്ഷേ മോമാലി പക്ഷേ അടിച്ചു പൊളിച്ച് പാടി കേട്ടോ. താങ്ക് യു പക്ഷേ. രണ്ടുപേരും, മോമാലി മാത്രമല്ല. പിന്നെ അതിലേറ്റവും ഇഷ്ടമായത് എനിക്ക് എവിടെയാണ് മോള് പാടി ആ നീ വാ വാ പൂവേ ആ സ്ഥലം. മോമാലിയും ആ സംഗതികൾ അവിടെ നല്ല രസമായിട്ട് പാടി. പാട്ടിൽ അങ്ങനെ കുറ്റമൊന്നും പറയാൻ എനിക്കില്ല. നിനവാലെ കളിയോല പന്തൽ നമ്മൾ തീർത്തതല്ലേ. ആ തീർത്തതല്ലേ എന്നില്ല കമ്പോസിങ് ഉണ്ടല്ലോ. നമ്മള് കൊച്ചിൻ ഷെരീഫാണ് അല്ലേ? കൊച്ചിൻ ഷമീർ. ഷമീറോ ഷെരീഫ? ഷമീർ. നല്ല കമ്പോസിങ് അതിനവിടെ. അവിടെ ആ തീർത്തതല്ലേ അങ്ങോട്ട് ജോയിന്റ് ആക്കുന്ന സ്ഥലമല്ല. ഒന്ന് പാടി കേൾക്കട്ടോ.
മുഹബത്തിൻ രണ്ടുപേരും പാടി മുഹബത്തിൻ മുതൽ. മുഹബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ നിനവാലെ കളിയോല പന്തൽ വാ. നമ്മൾ തീർത്തതല്ലേ. നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതുപോലെ ലാസ്റ്റിലും എല്ലാം എവിടെയും ഞാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ല അങ്ങനെ. ഒന്നും കൂടെ മോള് പാടുമ്പോൾ ചിരിച്ചു പാടുന്ന സജില പറഞ്ഞ് ചിരിച്ചു പാടുന്ന നല്ല രസമുണ്ട് കാണാൻ. ശോകഗാനം പാടുമ്പോൾ ചിരിച്ചു പാടരുത് കേട്ടോ. ഇല്ല. അത്രയേ പറയാനുള്ളൂ. അല്ലേ ഒന്നാന്ന് ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അബൂട്ടി മാഷേ. മുസാക്ക മുഹമ്മദ് അലിൻ്റെ ഒപ്പം പാടിയോണ്ട് ബെസ്റ്റായിട്ട് പാടി, താങ്ക് യു മാഷെ. ഗംഭീരമായിട്ട് പാടി. അത് മുഹമ്മദ് അലിയാണ് അതിൻ്റെ ഒരു കാരണക്കാരൻ. കഴിഞ്ഞ പ്രാവശ്യം പാടിയിടം ഷിങ്കിൻ്റെ ഇങ്ങനൊന്നല്ല പാടി. അപ്പം നല്ലൊരു കോച്ചിങ് കിട്ടിക്കൊണ്ടുള്ള നല്ല കോച്ചിങ് കിട്ടി നന്നായിട്ട് പാടാൻ കഴിവുണ്ടെന്നതിൻ്റെ തെളിയിപ്പ്. അതുകൊണ്ട് എപ്പം പാട്ട് പഠിപ്പിക്കും നല്ലപോലെ പഠിക്കാൻ. അതിന് പാടുമ്പോൾ നല്ലൊരു ഇയാളെ ഒരു സ്വന്തം ശൈലിയിലൊരു പാട്ടുകാരനാണ് മുഹമ്മദ് അലി. മറ്റൊരു പാട്ടുകാരനെ അനുകരിച്ച് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അധികം പാട്ടുകാർക്ക് ഇന്നത്തെ ഈ യുവാക്കളായ പാട്ടുകാർക്ക് കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്തൊരു സംഭവം. എല്ലാ ആൾക്കാരും ഓരോരോ പാട്ടുകൾ പാടുമ്പോൾ ആ പാട്ടിനെ അനുകരിച്ച് ആ പാട്ടുകാരനെ അനുകരിച്ച് പാടും. അയാളെ സ്വന്തം ശബ്ദം വരണം, എന്നാലേ അതിന് വ്യക്തിത്വം ഉണ്ടാകും. ഇപ്പോൾ മുഹമ്മദ് അലി ഒരു പാട്ടുകാരനായിട്ട് വരുമ്പോൾ വെച്ചാൽ എന്നോട് മൂസന്നമാരി പാടി എന്ന് പറയുമ്പോൾ മോശമല്ലേ, അല്ലെ കണ്ണൂർ ഷെരീഫിനെമാരി പാടി മോശമല്ലേ. മുഹമ്മദ് അലീൻ്റെ ശബ്ദത്തിൽ പാടണം, മുഹമ്മദ് അലീൻ്റെ പാട്ടുകാരനായിട്ട് തന്നെ വരണം. അതെല്ലാ പാട്ടുകാരോടെയും പറയുന്നു. അതുകൊണ്ട് അത് നല്ലൊരു കോച്ചിങ് കിട്ടി. സാന്ദ്ര വളരെ ഗംഭീരമായിട്ട് പാടി. നേരത്തെ ഇയാൾ അബൂട്ടി മാഷ് പറഞ്ഞ എല്ലാ പാട്ടും ചിരിച്ച് പാടണ്ട, സങ്കടപ്പെട്ട പാടുന്നതിന് ചിരിച്ച് പാടിയ പിന്നെ നമുക്ക് തീരെ സങ്കടം വരില്ല. അതുകൊണ്ട് സങ്കടപ്പെട്ട പാട്ട് സങ്കടത്തോട് കൂടി തന്നെ പാട്. ചിരിച്ച് പാടേണ്ടത് സജില പറഞ്ഞ പോലെ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ പാട്. നല്ലോണം പാട്ട് പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും. ഓക്കെ 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 താങ്ക് യു മാഷെ. ശരി. താങ്ക് യു മുസാക്ക. സാൻഡ്രയുടെ മാർക്സിലേക്ക് പോകാം. സജിലാത്ത 17.5. അബൂട്ടി മാഷേ 40-ൽ 36.5 മാർക്ക്. മുസാക്ക 40-36 മാർക്ക്. സാൻഡ്രയുടെ ടോട്ടൽ മാർക്സ് 90 out of 100. താങ്ക് യു സോ മച്ച്. മലിക്ക ഒരുപാട് താങ്ക്സ്. ഞാൻ എൻ്റെ ഗ്രൂമർ അഷ്റഫ് ക, ബഷീർ ക, കമറുക്ക, എനിക്ക് ഒരുപാട് ചേഞ്ചാണ് വന്നത്. ഒരുപാട് താങ്ക്സ്. അപ്പൊ സാൻഡ്ര നന്നായിട്ട് പാടി. മുഹമ്മദ് അലി താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ പാർട്ടിസിപ്പൻസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഓൾ ദി ബെസ്റ്റ്. ചിത്രമൽഹാർ റൗണ്ടിലെ പെർഫോമൻസിനായി എത്തുന്നു സുഹൈൽ. സുന്ദരക്കുട്ട സുഹൈലേ. സുഖിപ്പിക്കല്ലേ. ശരിക്കും സുന്ദരമായിട്ടുണ്ട്. ഒരു സുൽത്താന്റെ ലുക്ക് ഉണ്ട്. താങ്ക് യു. സുഹൈലേ, ചിത്രമൽഹാർ റൗണ്ടാണ്, അതെ. സിനിമ പാട്ടാണ്. അതെ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ചട്ടമ്പി കല്യാണി എന്ന ഫിലിമിലെ ജയേട്ടൻ പാടിയ തരിവളകൾ ചേർന്ന് കിലുങ്ങി നില പാട്ടാണ്. ഈ സോങ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? അത് ചേച്ചി എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു മാർച്ച് 1-ന്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഈ സോങ്. കറക്റ്റ് ആ സമയത്തിന് വന്നല്ലോ ആ റൗണ്ടും. അതെ അതെ എല്ലാം കൂടെ ഒത്തു വന്നു. അതെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം സുഹേലിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം അല്ലേ? ഇവിടെ പട്ടുറുമാലിൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേരിടും. അപ്പൊ ആദ്യം പേര് വീണ കൂട്ടത്തിലുള്ള ഒരാളാണ് സുഹേൽ. സുഹേലിനെ സ്നേഹപൂർവ്വം ഞങ്ങൾ വിളിക്കുന്നത് സുഗു എന്താണ്. പക്ഷെ ഇപ്പൊ സുകുമാരനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ പാടല്ലേ? പാടാം. ഓൾ ദി ബെസ്റ്റ്. തരിവളകൾ ചേർന്നു കിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി തരുണി മണി ബീവിന
നബീസ മണിയറയിൽ നിന്നു വിളങ്ങി കരിവളകൾ ചേർന്നു കിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി തരുണി മണി ബീവി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി പോൽ പുഞ്ചിരി പൂത്തു ആനന്ദ കണ്ണീർ കുളിരല ചാർത്തി ആറാടും കഞ്ചക പൂമൊട്ട് ആനന്ദ കണ്ണീർ കുളിരല ചാർത്തി ആറാടും കഞ്ചക പൂമൊട്ട് ആറാടും കഞ്ചക പൂമൊട്ട് കരിവളകൾ ചേർന്നു കിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി തരുണി മണി ബീവി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി വൈരം വച്ചുള്ളൊരു താലി മണിത്താലി പൊന്നേലസ വൈരം വച്ചുള്ളൊരു താലി മണിത്താലി പൊന്നേലസ പൂമണക്കും പട്ട് കമീസ് പൂങ്കാതിൽ പൊന്നലിക്കത്ത് കല്യാണമാരന് സമ്മാനം കിട്ടി ഉല്ലാസ താരക പൂമൊട്ട് കല്യാണമാരന് സമ്മാനം കിട്ടി ഉല്ലാസ താരക പൂമൊട്ട് ഉല്ലാസ താരക പൂമൊട്ട് കരിവളകൾ ചേർന്നു കിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി തരുണി മണി ബീവി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി കരിവളകൾ ചേർന്നു കിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി തരുണി മണി ബീവി നബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി. അല്ല, സുഹേലിന് ഒരു ഇത്തിരി വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിനാ? ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ ബ്രദറിന്റെ കല്യാണം. ഇന്ന് അത് കഴിഞ്ഞ ഉടനെ കയറി ചാടി കല്യാണം കഴിച്ചു. അത് ബ്രദർ പഠിക്കട്ടെ, റൊമാൻറ്റിക് ഒക്കെ കുറച്ച് പഠിക്കട്ടെ. ഓ, ബ്രദറിനെ പഠിപ്പിച്ചതാണ് റൊമാൻറ്റിക് ആവാനായിട്ട്. അതെ, ബ്രദർ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ, വീട്ടിൽ ചിലപ്പോ കിട്ടും. ഓക്കെ സുഹേലെ, പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ നിഷീദെ സന്തോഷത്തോടെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. സുന്ദരികുട്ടി, നിഷീദക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തതിൽ. നിഷീദ താങ്ക്സ്. ഇനി നമുക്ക് സുഹേലിന്റെ ജഡ്ജ്മെന്റ്സിലേക്ക് പോകാം. മൂസക്ക, സൂര്യ വളരെ ഭംഗിയായിട്ട് പാടി മോനെ. താങ്ക് യു. അതിന് ഭംഗിയായിട്ട് തന്നെ പാടും. എനിക്ക് യാതൊരു ഒരു കൃത്യവും വെച്ച് പറയുന്നതല്ല. ആ ചിത്രീകരണവും കൂടി ഉണ്ട്. ആ സിനിമ ഇത് ഈ പാട്ടിന് വളരെ യോജിച്ചിട്ടുള്ള, ഒരു ബോറും അല്ലാത്ത, വളരെ വൃത്തിയായിട്ട് അതിൽ ആ ചിത്രീകരണത്തിലായ അഭിനയത്തിൽ ആ മണവാട്ടിയായിട്ട് വന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ശരിക്കും എനിക്ക് തോന്നിപ്പോയി ഒരു ശരിക്കുള്ളൊരു ഒരു ഒരു എന്തായാലും ഒരു മണവാട്ടിയായിട്ടാണ് തോന്നിപ്പോയി. ഇത്രയും വൃത്തിയായിട്ടുള്ള ഒരു 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 അഭിനയം ഇതൊന്നും ഒരിക്കലും ഒരു ഒഴിച്ചുകൂടാത്ത സംഗതികളാണ്. ഇതിൽ കൂടുതലായിപ്പോലും അത് ഭയങ്കര ബോറായിപ്പോയി. ഇത് വളരെ നീറ്റായിട്ട് ആ പാട്ടിൻ്റെ അതിൽ യാതൊരു ആരെ കൊണ്ടൊരു മുഷിപ്പ് ഇല്ലാത്ത കുറിച്ച് അഭിനയിക്കുകയും ചെയ്തു, വൃത്തിയായിട്ട് പാടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പാട്ടും സെലക്ഷൻ ചെയ്തു. ഇതിലെന്താ പാട്ടെന്നറിയോ? ഓ, വല്ലാത്ത പാട്ടാണ്. അതിവിടെ എടുത്ത് പാടിയിട്ട് ഈ ഇതിൻ്റെ ആസ്വാദന കേൾപ്പിക്കാൻ മനസ്സ് വന്ന് ഞാൻ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു മൂസക്ക. അബൂട്ടുമാഷേ, നന്ദിനി പറഞ്ഞത് സുഖു എന്ന് പറഞ്ഞു. അത് സുഹു എന്നാണോ സുഖു എന്നാണോ? സുഖുവാണ്. സുഖു സുഖു ആണല്ലേ.
അത് ശരി. ഞാൻ വിചാരിച്ച സാധാരണ ഷോർട്ടാക്കി വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ വരിക. സുഹൈൽ നിന്നില്ല സുഹു എല്ലാം ഇടങ്ങാറ്, അത് സുഖം തന്നെ മതി. പിന്നെ ചട്ടമ്പി കല്യാണിയിൽ അർജുന മാഷാണ് ഇതിൻ്റെ സംഗീതം. രചന നമ്മുടെ ശ്രീകുമാരൻ തമ്പി. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഗാനമേളക്ക് പോകുമ്പോൾ ഇത് ഈ ഒരു പാട്ട് പാടാത്ത ഒരു ഗാനമേള ഉണ്ടാവില്ല. അത്ര ഈ ഒരു പാട്ട് പോപ്പുലറായി. മൂസക്കൊക്കെ ഇത് മണിയാറിയിലെ മറ്റേ അത് കല്യാണ രാത്രിയിൽ ആ പാട്ട് കേട്ട് ഇത് കേട്ട് ഒന്നുകൂടി കെട്ടിയാൽ തിരക്കില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിങ്ങനെ എടുത്ത് മണിയാറിയല്ല. പാട്ട് നന്നായി പാടിയിട്ടുണ്ട് മോനെ, എല്ലാ ഭാഗം. ഇതിൽ ആ കല്യാണമാരന് സമ്മാനം കിട്ടില്ല, ഒരു മൂക്കിന് ഒരു അടപ്പ്, മൂക്ക് അടച്ചതുപോലെ തോന്നും. അത് കുറച്ച് ഡ്രൈ ആയി പോയി തൊണ്ട. അപ്പോൾ അത് ഞാൻ പറയുന്നത് അവിടെ നിന്ന് അടച്ച പോലെ ഇങ്ങനെ മൂക്കടച്ച് മറ്റടച്ചാൽ നല്ല ബുദ്ധിമുട്ടാ. മൂക്കടച്ചാൽ അതൊട്ട് പറത്ത ശ്രദ്ധിക്കണം കേട്ടോ. അത് ബാക്കി ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് പാടിയിട്ടുണ്ട്. വേറെ ഒന്നും ഇത് എനിക്ക് പറയാനുള്ള. ഇതിൽ ആ മുറുക്കം എന്ന്, കാരണം ഈ മുറുക്കം മാപ്പിളപ്പാട്ടിൽ ഒരു ചായൽ കഴിഞ്ഞാൽ ഒരു മുറുക്കം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആ മുറുക്കം നല്ല രസം, നന്നായിട്ട് കമ്പോസ് ചെയ്ത് വെച്ചാൽ അത് മോൻ പാടിയതും അവിടെ നല്ല വൃത്തിയായിട്ട് പാടി. ഈ ഒരു കല്യാണമാരന് സമ്മാനം കിട്ടി എന്നുള്ള ഉല്ലാസ താരവും ഉണ്ട് അവിടെ. ഒന്ന് മൂക്കടപ്പ് വല്ലാതെ ഒന്ന് ഫീൽ ചെയ്തിരിക്കും. വേറെ ഒന്നും പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബൂട്ടി മാഷേ. സജിലത്ത? ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഗുഡ് സോങ് സെലക്ഷൻ. ഇതിൻ്റെ ആ ഒരു സെറ്റിങ്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ലൊരു മണിയറ തന്നെയായിരുന്നു. മണവാട്ടി കലക്കിയിട്ടുണ്ടായിരുന്നു, നല്ല മൊഞ്ചത്തിയായിട്ട് വന്നിരുന്നു. പിന്നെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു അല്ലേ, മാർച്ച് 1 അവർക്ക് വേണ്ടി നല്ലൊരു ഡെഡിക്കേഷൻ തന്നെ. സുഹൈൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് പാടിയത്. സുഹൈൽ എന്നെ ആസ്വദിച്ച് പാടി, അതാണ് ഫസ്റ്റ് വേണ്ടത് അല്ലേ. പിന്നെ പാട്ടിനെ കുറിച്ച് പറയുമ്പം ഇന്നത്തെ സിംഗിങ് എനിക്ക് സുഹൈലിൻ്റെ നന്നായിട്ട് ഇഷ്ടമായി. വളരെ കൺട്രോൾഡ് ആയിട്ടായിരുന്നു പാടിയത്. ചില പ്രത്യേകിച്ച് ആറാടും കഞ്ചക പൂമോട്ട് അതിനൊക്കെ കൊടുത്ത ആ ഒരു ഹസ്കി ഇതിലാണ് പാടിയത്. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പം ഈ പാട്ട് ഈസി ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പാടിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ നീറ്റായിട്ട് തന്നെ സുഹൈൽ ഇന്ന് പാടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. സുഹൈലിന്റെ മാർക്സും കൂടി. സുഹൈലിന് 18/20. അബൂട്ടി മാഷേ? 40-ൽ 35. മുസക്ക? 40-ൽ 35.5 മാർക്കാണ്. അരമാർക്ക് അതിൽ അഭിനയത്തിന് തരാണ്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് അരമാർക്ക് കൂട്ടി തന്നു. 35.5. സുഹൈലിന്റെ ടോട്ടൽ മാർക്സ് 88.5 ഔട്ട് ഓഫ് 100. സുഹൈലിന് സന്തോഷമായോ? സന്തോഷമായി. ചേച്ചി ഈ സോങ് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ കമറുക്കയാണ്. സുഹൈലിന് നല്ല മാർക്സ്, നല്ല കമന്റ്സ്, എല്ലാം നന്നായി. ഇനി അടുത്ത പ്രാവശ്യം ഇതിൽ നന്നാക്കണം. 90 മേടിക്കില്ല. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ മുഞ്ചുള്ള പാട്ട് പാടിയ പാട്ടുകാരിയെ സെലക്ട് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അബൂട്ടി മാഷി ഇവിടെ ഉണ്ട്. മാഷേ, ആരാണ് ഇന്നത്തെ മുഞ്ചുള്ള പാട്ട് പാടിയത്? ദിവ്യ സാൻഡ്ര സുഹൈൽ. എല്ലാവരും നന്നായിട്ട് പാടി, ഒന്നുക്കൊന്ന് മെച്ചമായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ സാൻഡ്രയാണ്. സാൻഡ്രയുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം. വർഷങ്ങളായി ഗാനമേള സദസ്സുകളിലെ സജീവ സാന്നിധ്യമായ ഈ കലാകാരൻ എത്തുന്നു മർഹബയിലേക്ക്. ഗന്ധർവശീലുമായി മനോജ്. മനസ്സിൽ നിൽക്കൂ, 1000 കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽക്കൂ. ലക്ഷങ്ങളെത്തി
നമിക്കും മദീന. അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി നേടിയൂരില്ല. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദരമാങ്കൊലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങൾ എന്നൂടെ കരളിലെ കരകൾ കഴുകിടുന്നു. 1000 കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ എന്നെ പുണരുന്ന പൂനിലാവേ, പുണ്യരസൂലിൻ തിരുവൊളിയേ, അല്ലാഹുവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. 1000 കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങൾ എത്തി നമിക്കും മദീന. അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി നേടിയൂരില്ല. സാഫല്യം തേടി നേടിയൂരില്ല. സാഫല്യം തേടി നേടിയൂരില്ല. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.